ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കല്യാണമാണ് കേട്ടോ. കാണുമ്പോൾ എങ്ങനെയുണ്ട്, ലുക്കില്ലേ? അപ്പോൾ വായോ നമ്മുടെ വീട്ടിലെ പ്രിപ്പറേഷൻസ് നോക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ വീട്ടിലെ ചേച്ചിമാരൊക്കെ അറേഞ്ച്മെൻറ്റ് നമുക്ക് നോക്കാം കേട്ടോ. ഏമാണ് എന്നാ ഇതാണ് അപ്പൻ. അപ്പൻ എങ്ങനെയുണ്ട്? സ്റ്റഡി ആയില്ലേ? വായോ രണ്ടാമത്തെ ചേച്ചി ക്യാമറോട് അതിന്റെ മൂത്ത മോൻ വായോ നോക്കിയ ചേട്ടൻ വിളിക്കുന്നേ. കൈ കൊണ്ട് സെറ്റ്. ചേച്ചി മൂത്ത ചേച്ചിയുടെ മൂത്ത മോള്. ഇത് താഴെയുള്ള ഞങ്ങളുടെ എമ്മക്കൂട്ടി, അവരെ ഡാൻസ് പ്രാക്ടീസിലാണ്. ഇതെൻ്റെ പേപ്പൻ, അപ്പൻ്റെ അനിയൻ. സ്വർണ്ണം എവിടെ ഇരിക്കണെന്ന് അറിയാണ്ട് നിറച്ച് സ്വർണ്ണമായിട്ട് പിടിച്ചേക്കുക. കൊളത്തുന്നു, എടുക്കുന്നു. കല്യാണം കുറിച്ച് എന്ത് പറയാനാടാ? കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ കണ്ടുപിടിച്ച കുട്ടിയാണ് എൻ്റെ ആതിര. എന്നിട്ട് എന്താ, കല്യാണം കഴിയുമ്പോൾ നോക്കാം. ബാക്കി കെട്ടാൻ വള്ളിയുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കെട്ടി കാണിച്ചു തന്നെ. എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി ജീവിതം മാത്രം പഠിക്കാൻ ബാക്കിയുള്ളൂ. താലികെട്ടിന് മുന്നായിട്ട് പ്രാക്ടീസാണ് കേട്ടോ. യൂട്യൂബ് നോക്കിയിട്ട് എങ്ങനെയാണ് താലി കെട്ടുന്നതെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് സ്നേഹത്തിരുത്ത് പോയ സമയത്ത് കുറച്ച് നേരം പിടിച്ചു കേട്ടോ ഇത് കെട്ട് പഠിക്കാനായിട്ട്. ഓരോരുത്തർ ഓരോ മോഡലാണ് പറയുന്നത്. ഇങ്ങോട്ട് വാ, ഇവിടെ നിന്നൂടെ? അത് ഒരാളുടെ മടിയാണ്. നല്ല ഒരു ആംബിയൻസ് ഉള്ളിൽ കിട്ടുള്ളൂ. ഇത് തന്നെ ഈ ലോക്കൽ ആംബിയൻസ്. അത് ഒരിക്കോ സ്റ്റെപ്പ് കളിക്കിട്ടാ. നല്ല രാത്രി കളിച്ച സ്റ്റെപ്പുകളാണെങ്കിൽ കളിച്ചോ. ഇതെന്റെ നൈജീരിയയിലുള്ള ഫ്രണ്ട്സാണ്. അവരെല്ലാവരും ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു. അപ്പം എല്ലാവരും തലേദിവസം തന്നെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെല്ലാവരും തകർത്താടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ചേച്ചി വിളിച്ചത് ചെറിയൊരു ബ്യൂട്ടി മേക്കപ്പ് ചെയ്യാനായിട്ട്. ചേച്ചി തന്നെയാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ നന്നായിട്ട് തന്നെ ചേച്ചി ചെയ്തു കേട്ടോ. എൻ്റെ കല്യാണം മേക്കപ്പ് ചെയ്തത് എൻ്റെ മൂത്ത ചേച്ചി ജിസ്ന തന്നെയാണ് കേട്ടോ. മനസ്സമ്മതത്തെ ഞാൻ പുറത്തു പോയി ചെയ്തെങ്കിലും ആർക്കും അത് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ചേച്ചി തന്നെ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് ബിനോയ് ജോസ്. ഇതെന്റെ രണ്ടാമത്തെ ചേച്ചിയുടെ രണ്ട് പിള്ളേരുകൾ കേട്ടോ, ജോഹനും ജെയ്തനും. അപ്പോൾ ഞങ്ങള് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. എസ്പെഷ്യലി ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് പറയാൻ തന്നെ എന്താ പറയാ, വേർഡ്സുകൾ ഞാൻ തന്നെ പറയാം. ചേച്ചി വളരെയധികം ഹാപ്പി ആയിരുന്നു, എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഇതെന്റെ പപ്പയുടെ താഴെയുള്ള അനിയനാണ്. അതുപോലെ തന്നെ പപ്പയുടെ മൂത്ത ചേച്ചിയുമാണ് ഉള്ളത്. പേപ്പൻ ബോംബെയിൽ സെറ്റിൽഡ് ആണ്. ഇതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ പേപ്പൻ. ഈ പേപ്പൻ ഡേയ്സ് പേപ്പനാണ്. അപ്പോൾ ആളും ബോംബെയിൽ സെറ്റിൽഡ് ആണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നായിട്ട് മധുരം കൊടുക്കൽ ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് മമ്മിയുടെ മൂത്ത ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ആളും ആളുടെ വൈഫും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മിയുടെ ചേച്ചിയും ചേച്ചിയുടെ ഫാമിലിയാണ് ഈ കാണുന്നത്. അപ്പോൾ അവരും ചേച്ചിയുടെ മോളും മോളുടെ ഹസ്ബൻഡും ഒക്കെ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഫാമിലി. ഡാഡി, മമ്മി, രണ്ട് ചേച്ചിമാരുടെ പിള്ളേര്, എല്ലാവരും കൂട്ടിയുള്ള ഒരു ക്യൂട്ട് ഫാമിലിയാണ് ഞങ്ങളുടേത്. പിന്നെ അടുത്തായിട്ട് ഞങ്ങൾക്കുള്ളത് ഇനി മധുരം വെപ്പ് ചടങ്ങായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ അപ്പൻ്റെ മൂത്ത ചേച്ചി ആണ് മധുരം കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ആ സമയത്ത് കുറച്ച് കോമഡി ഒക്കെ പറയാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോകുകയാണ്. അതിനു മുന്നേ എൻ്റെ പേഴ്സണലി ഇത് മനസ്സറിഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് കേട്ടോ. എൻ്റെ ജീവിതം ഇനി തുടങ്ങാനായിട്ട് പോവാണ്. അപ്പം അതിൻ്റെതായ ഒരു ടെൻഷൻ എനിക്കുണ്ടായിട്ടോ. കെട്ട് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കെട്ട് കുർബാന സ്റ്റാർട്ട് ചെയ്യുന്നത്
12 മണിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പള്ളിയിലേക്ക് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കറക്റ്റ് ഒരു 11:40 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ പള്ളിയിൽ ഓൾറെഡി കാറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ പോയിട്ടും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കറക്റ്റ് സമയത്ത് തന്നെയാണ് ഇറങ്ങിയത്. അപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എത്തുമ്പോഴേക്കും പള്ളിയിൽ ഓൾറെഡി ആതിരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെപ്പോഴും ഒരുപടി എപ്പോഴും ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ പറഞ്ഞാൽ എയർലി ആയിട്ടാണ് അവരെത്താറുള്ളത്. അപ്പോൾ പള്ളിയിൽ അത്യാവശ്യം തന്നെ നമ്മൾ ഫംഗ്ഷൻ ഡിലേ ആവണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ആതിരനെ പള്ളിയിലേക്ക് ഇറക്കുന്നത് കറക്റ്റ് നമ്മൾ അത്യാവശ്യം തന്നെ നേരെ വേഗം ഇറങ്ങി. ഞാനൊരു കോട്ടയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ കറക്റ്റ് 12 മണിയോട് കൂടി തന്നെ മാസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മാസ് നടത്താനായിട്ട് പോകുന്നത് എൻ്റെ മമ്മിയുടെ ആങ്ങളെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ടൈം എപ്പോഴും കറക്റ്റ് ടൈമിൽ തന്നെ അവിടെ എത്തിച്ചേർന്നു കേട്ടോ. പിന്നെ ഇനി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകാനായിട്ട് പോകുന്നത്. കെട്ട്, അതോടൊപ്പം തന്നെ മന്ത്രകോടി മാറ്റം, അങ്ങനെ കുറേ ഫങ്ഷൻസ് നമ്മുടെ ജീവിതത്തിലെ മോതിര കൈമാറ്റം, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസ് വരാനായിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ടോട്ടലി ഭയങ്കരമായിട്ട് നെർവസിനോടൊപ്പം തന്നെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്താണ് സംഭവിക്കുക, പിന്നെ അതോടൊപ്പം തന്നെ താലി എങ്ങനെ കിട്ടുമെന്നുള്ള ഒരു ടെൻഷനൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയോടും അതോടൊപ്പം തന്നെ ആതിരയുടെ ഫാമിലിയോടും വളരെയധികം നന്ദി പറയാനായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിലേക്ക് കടക്കുന്ന നിമിഷങ്ങളിൽ എൻ്റെ ഒപ്പവും ആതിരയോടും സപ്പോർട്ടായിട്ട് നിന്ന 2 ഫാമിലി മെമ്പേഴ്സിനും വളരെയധികം നന്ദി പറയാനായിട്ട് ഞാൻ ഈ സാഹചര്യം എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ താലി, അതോടൊപ്പം തന്നെ കൊന്ത, പിന്നെ റിങ്, ഇതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ ഒരു ജീവിതത്തിലെ വലിയൊരു നിമിഷമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇതാണ് നമ്മുടെ മമ്മിയുടെ ആങ്ങള, മമ്മിയുടെ സ്വന്തം ആങ്ങളയാണ് ആള്. കല്ലൂർ പള്ളിയിലെ വികാരി അച്ഛനാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ, അച്ഛൻ്റെ പേരും ജോസഫ് എന്നാണ്, എൻ്റെ പേരും ജോസഫ് എന്നാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു വലിയ മൊമെൻ്റ്, ലൈഫിലെ ഏറ്റവും വലിയ മൊമെൻ്റ് ഈ കാണുന്ന താലികെട്ട് ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് മന്ത്രകോടി തലയിൽ വെക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ രണ്ടാമത്തെ ചേച്ചി, അതോടൊപ്പം തന്നെ മൂത്ത ചേച്ചിയും നമ്മുടെ ആതിരയുടെ സിസ്റ്ററും എല്ലാവരും ഫംഗ്ഷനിൽ ഞങ്ങൾക്ക് 2 പേർക്കും മാനസികമായിട്ടും ഉള്ള സപ്പോർട്ട് വളരെയധികം തന്നിരുന്നു. അപ്പോൾ ഒരുപാട് നന്ദി വീണ്ടും വീണ്ടും പറയുകയാണ് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും. പള്ളിയിൽ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫുഡും കാര്യങ്ങളും നമ്മുടെ പള്ളിയുടെ തന്നെ, പുത്തൻപീടിയ പള്ളിയുടെ തന്നെ ചർച്ച് ഹാളിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ള ദൃശ്യങ്ങൾ ഒറ്റ ശരീരമായി തീരും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. A warm welcome to everyone present here for the big day celebration of Mr. Joseph G. Kattil and Mrs. Adira Martin. So നമുക്ക് ഇവർക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് നവവധൂവരന്മാരെ ഇന്നത്തെ ഒരു ആഘോഷവേദിയിലേക്ക് നിറഞ്ഞ കൈയടികളോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം. So let's welcome Mr. Joseph and Mrs. Adira to the stage. ഒപ്പം ഇവിടെ കൂടി
ഇത്തിരി കൂടിപ്പോയിന്ന് അറിയാം, എന്നാലും അവളെ സന്തോഷിക്കണ്ടേ ഞാൻ പറയുമ്പോൾ. പിന്നത്തെ ഒരു കാര്യം, അവള് എനിക്ക് കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിച്ച് എൻ്റെ ഒപ്പം ജീവിക്കുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് ആതിരനെ ഞാൻ കല്യാണം കഴിക്കാൻ കാരണം. അപ്പം ആതിരയ്ക്ക് എന്നെ കുറിച്ച് 2 വാക്ക് പറയാനുണ്ടെങ്കിൽ ആതിരയ്ക്ക് പറയണം. എനിക്കറിയില്ല ഇതൊക്കെ പറയുന്നത് ആക്ച്വലി, പക്ഷെ എന്നാലും നമ്മൾ ഒരുപാട് കാത്തിരുന്നൊരു മൊമെന്റാണ് ഇപ്പോൾ. അപ്പോൾ അത് ഇത്രത്തോളം എത്തിച്ച എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും അതുപോലെ ചേട്ടൻ്റെ ഡാഡിക്കും മമ്മിക്കും എല്ലാവർക്കും, പിന്നെ ചേട്ടനോടും ഒരു പ്രത്യേകം താങ്ക്സ്. അതുപോലെ ചേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര നാള് അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് സഹിക്കണമല്ലേ, അപ്പോൾ പച്ചട്ടായി സഹിക്കാൻ വേണ്ടി അത്രയുണ്ട്. സോ താങ്ക് യു. രണ്ടുപേർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. അപ്പോൾ ഇന്ന് ഇവരുടെ ദിവസമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇവരെ നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഇന്ന് ഇവിടെ ബിഗ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായി ഞാൻ നിങ്ങൾക്ക് ഒരു ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഫസ്റ്റ്ലി അവർ ഹാൻഡ്സം ഗ്രൂം മിസ്റ്റർ ജോസഫ് ജി തട്ടിൽ, son of Mr. T.A. George and Mrs. Baby George. He completed BE Mechanical Engineering and now he is doing business. Then our beautiful and gorgeous bride, Advocate Adira Martin, daughter of Mr. Martin Joseph and Mrs. Mary Martin. She completed BBA and LLB. നമുക്കറിയാം, ഒരു കല്യാണമൊക്കെ ആകുമ്പോൾ ഇവർ രണ്ടുപേരും ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി കാത്തിരുന്നിട്ടുണ്ട് ഇല്ലേ? പ്രാർത്ഥിച്ച് കാത്തിരുന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു മൊമെന്റാണ്, ദിവസമാണിത്. ഒരു പക്ഷേ ഇവരെക്കാട്ടും ഒരുപടി കൂടുതൽ ഇന്നത്തെ ഒരു ദിവസം ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചവരാണ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും സിബ്ലിംഗ്സും ഒക്കെ തന്നെ. സോ വിതൗട്ട് എനി അതർ ഫോർമാലിറ്റീസ് അവരെ കൂടി ഒരു വേദിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ ലെറ്റ് മീ ഇൻവൈറ്റ് ഫസ്റ്റ്ലി ഗ്രൂംസ് ഫാമിലി ഓൺ ദി സ്റ്റേജ്. ഹിസ് ഫാദർ മിസ്റ്റർ T.A. George ആൻഡ് ഹിസ് മദർ മിസ്സസ് ബേബി ജോർജ്. രണ്ടുപേരെയും ഈ ഒരു ആഘോഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ജോസഫ് ചേട്ടൻ 2 സിസ്റ്റേഴ്സാണ് ഉള്ളത്. മിസ്സസ് ജിസ്ന ബിനോയ് ആൻഡ് ഹർ ഹസ്ബൻഡ് മിസ്റ്റർ ബിനോയ് ജോസ്. ഒപ്പം തന്നെ ജോസ്നി ജിസോ ആൻഡ് ഹർ ഹസ്ബൻഡ് ജിസോ ജോൺ ഓൺ ദി സ്റ്റേജ്. ഈ ഒരു ഫാമിലിക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. ജിസ്ന is working as a lecturer in Saudi Arabia and Binoy working as Aramco in Saudi Arabia's QC inspector. ഒപ്പം ജോസ്നി ടേക്കൻ BTech in Electronics and Communication. Jiso works in Dubai Electricity and Water Authority. അപ്പം ഒരു സൈഡ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഒപ്പം തന്നെ ബ്രൈഡിന്റെ ഫാമിലിയെ കൂടി ഒരു വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Her father, Mr. Martin Joseph and her mother, Mrs. Mary Martin on the stage. So marriage is the fusion of 2 hearts. So without any other formalities, we are moving on to the official ceremonies. ആദ്യമായി ഭാരതീയ സംസ്കാരം അനുസരിച്ച് ശുഭകാര്യങ്ങളെല്ലാം നമ്മൾ ആരംഭിക്കേണ്ടത് ഒരു ദീപം തെളിയിച്ചിട്ടാണ്. സോ ഇൻവൈറ്റിംഗ് ദി കപ്പിൾസ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ഫോർ ലൈറ്റ് ഇൻ ദ കാൻഡിൽ. പ്രകാശത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മാതൃകയും പ്രതീകവുമാണ്. അതിലവിടെ കൊടുത്തോളൂ. ആപ്പിൾ ജ്യൂസാ ഇത് വേറെ വെച്ചാൽ ഇങ്ങനെ പിടിച്ചെന്നാ മതി. അത് മതി, അത് നല്ലത്. ഇതാകുമ്പോ നോക്കണോ അവരോണോ
ബൊക്കെ എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി 2 അമ്മമാരെയും സ്വാഗതം ചെയ്യുന്നു. രോഹിതനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അയ്യോ ഇനി ഞാൻ അവരെ വിളിച്ചാൽ പ്രശ്നം എനിക്ക് തീരെ കാര്യം കൊടുക്കണോ തേച്ചോ ആ തൊട്ടോ എന്നെ തൊട്ടോ അവളൊന്നും അങ്ങനെ ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി ഭംഗി ആ മതി. ഒപ്പം തന്നെ നമ്മൾ പനിനീര് തെളിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. പനിനീര് തെളിക്കുന്നതിന് വേണ്ടി ജീസോ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. കുങ്കുമം വാങ്ങിച്ചിട്ടില്ല. കുങ്കുമല്ലേ കുങ്കുമം ആ അത് കുഴപ്പമില്ല. ഇത് ഞങ്ങളുടെ ഫുൾ ഫാമിലി എന്ന് പറയാം. ആതിരയുടെ പപ്പയും മമ്മയും അതോടൊപ്പം തന്നെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും അനേറയും അതുപോലെ തന്നെ എൻ്റെ ഡാഡിയും മമ്മിയും അളിയന്മാർ 2 അളിയന്മാരും 2 ചേച്ചിമാരും അവരുടെ കുട്ടികളും ചേർന്നിട്ടുള്ള ഒരു വണ്ടർഫുൾ ഫാമിലിയാണ്. ചേച്ചിയും 2 പിള്ളേരും കൂടി ഡാൻസ് തകർത്തു എന്ന് തന്നെ പറയാം. ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ ചേച്ചി നേരിട്ട് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ഇവയും എമ്മയും വളരെ നല്ല രീതിയിൽ ഡാൻസ് കളിച്ച് ഞങ്ങൾക്ക് നല്ലൊരു എൻ്റർടൈനിങ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് എമ്മയുടെയും ഇവയുടെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അറബിക് സോങ്, എന്തായാലും അവർ സൗദി അറേബ്യയിലൊക്കെ ജീവിക്കുന്നതല്ലേ, ഒരു അറബിക് സോങ് ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള സൂപ്പർ ഡാൻസും അവർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോളിലെ ഫംഗ്ഷന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന ചടങ്ങാണ് അടുത്തായിട്ടുള്ളത്. മമ്മിക്ക് ഇതൊക്കെ ചെയ്യാനൊരു ശരിക്കും പറഞ്ഞ നാണമൊക്കെ ഉണ്ട്. കുരിശ് വരച്ചുകൊണ്ട് ആതിരേനെ വീട്ടിലേക്ക് ആനയിക്കുന്ന കുറേ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുരിശൊക്കെ വരച്ച് അതുപോലെ തന്നെ എനിക്കും കുരിശ് വരച്ച് ബൊക്കെയൊക്കെ കൈമാറിയതിന് ശേഷം വീട്ടിലേക്ക് 2 പേരും വലതുകാല് വെച്ചിട്ട് അങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട്. അപ്പോൾ മെഴുതിരി ചേച്ചിയാണ് കത്തിച്ച് കൊടുത്തത്. ഒരു വിളക്കായിട്ട് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരാനായിട്ട് ആതിര പോലെ എൻ്റെ ജീവിതത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേറൊരു വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു പാർട്ടാണ് ആതിര എന്ന് എനിക്ക് നിമിഷത്തിൽ പറയാനായിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഫങ്ഷൻസും കഴിഞ്ഞു അവർ വീട്ടിൽ നിന്ന് അവളുടെ ഫാമിലി പോവുകയാണ്. പപ്പയ്ക്കൊക്കെ വളരെ വിഷമമായിരുന്നു. അങ്ങനെ ആതിരയുടെ മനസ്സിൽ ആദ്യമൊക്കെ അവൾ ചിരിച്ചെങ്കിലും അവൾ ഭയങ്കര വീട്ടിൽ വന്നതിന് ശേഷം വളരെയധികം കരച്ചിലായിരുന്നു. അങ്ങനെ അവളുടെ വീട്ടുകാരോട് എല്ലാവരോടും നമ്മൾ ബായ് പറയുന്ന സിറ്റുവേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവളുടെ 2 കൂട്ടുകാരികളും അവൾക്കൊരു എന്താ പറയുക ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി കുറേ നേരം നമ്മുടെ ഒപ്പം നിന്നിട്ടാണ് അവർ ലാസ്റ്റാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെ ഫങ്ഷൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഫോട്ടോഷൂട്ടിനായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള വപ്പുഴയിലുള്ള ഒരു വയലുണ്ട് പുള്ളു ഭാഗത്തേക്ക് പോകുന്നത്. അവിടെ പോയിട്ട് ഫോട്ടോഷൂട്ടോട് കൂടിയിട്ട് നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഈ ചെയ്ത ഒരു ചെറിയൊരു വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു കല്യാണ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോന് താഴെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം ഞങ്ങളുടെ ലൈഫിലെ ഒരു വലിയൊരു മൊമെൻ്റ് ആയിരുന്നു. അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ നിർത്താണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.